പറഞ്ഞ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെയും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഇന്ന് സിനിമാ വസന്തത്തിന്റെ രാവും പകലുമൊക്കെയാണ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇന്നു മുതൽ ഇന്ന് വൈകുന്നേരം മുതൽ നടക്കാൻ പോകുന്നത്. ഇതൊക്കെയും വലിയ സന്തോഷത്തോടുകൂടി അതിൻ്റെ എല്ലാവിധമായ സന്തോഷങ്ങളും കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് വിവിധ മേഖലകളിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നൊക്കെ കരുതിയിരുന്ന സമയമാണ്. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ അവരുടെ കുടുംബത്തിൻ്റെ ആ നാടിൻ്റെ വേദനയ്ക്കൊപ്പമല്ലാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അല്ലേ? 4 കുട്ടികൾ കല്ലടിക്കോട് അപകടത്തിൽ പനയമ്പാടത്ത് ഉണ്ടായ അപകടത്തിൽ മരിച്ച 4 പെൺകുട്ടികൾ അവരുടെ മൃതദേഹങ്ങൾ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ആശുപത്രികളിൽ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുപോയത്. അല്പസമയം മുൻപാണ് എല്ലായിടത്തും 4 വീടുകളിലും ഈ പൊതുദർശനങ്ങൾ അവിടെ എത്തുന്ന പൊതുദർശനം എന്ന് പറയാൻ കഴിയില്ല. അവിടെ എത്തുന്ന ആളുകൾക്കൊക്കെയും അവരെ കാണാനുള്ളൊരു അവസരമുണ്ട്. വീടിനുള്ളിൽ തന്നെയാണ് മൃതദേഹം ഒക്കെയും സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ 2 ബോക്സുകളിൽ കാണുന്നത് 2 വീടുകളിൽ നിന്നുള്ളതാണ്. നിതയുടെയും മൃതയുടെയും വീടുകളിൽ നിന്നാണ്. അവിടെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെയും നടക്കുന്നുണ്ട്. 2 മണിക്കൂർ ഇങ്ങനെ ഈ മൃതദേഹങ്ങളൊക്കെയും വീടുകളിലുണ്ടാകും. അതിനുശേഷം 4 പേരെയും ഒരുമിച്ച് കരുമനയ്ക്കൽ ഹാളിൽ പൊതുദർശനത്തിനായി കൊണ്ടുപോകും. അവിടെ ഇവരുടെ സ്കൂളിലെ അധ്യാപകർ, പ്രിയപ്പെട്ട സഹപാഠികൾ, കൂട്ടുകാരെല്ലാവരും എത്തും. ഇന്ന് അവധിയാണ് കരിമ്പ സ്കൂളിന്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്. 10 മണിക്ക് ശേഷമാണ് തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ട ഒരു ചിത്രമുണ്ട്, ഒപ്പം ഒരു CCTV ദൃശ്യമുണ്ട്. ഈ 4 പേരും ഒന്നിച്ച് നടക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞ് വർത്തമാനമൊക്കെയും പറഞ്ഞ് റോഡിൽ കൂടി നടന്നു പോകുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത 5 സെക്കൻഡിനകം ഇവർ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് എന്ന് ഒരു സൂചന, അങ്ങനെ ഒരു അപകടത്തിന്റെ സാധ്യത ഒന്നും അവിടെ ആർക്കും അറിയുമായിരുന്നില്ല. പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്, അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടമാണ്. ആ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ഇന്നലെ വരെ ഇടപെട്ട 4 മക്കളും ഇന്ന് ഒരുമിച്ച് തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുക. തുപ്പനാട് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലാണ് 4 പേർക്കും അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. ഈ വീടുകളിലൊക്കെയും സംസ്കാരത്തിനു മുന്നോടിയായി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നു. നേരത്തെ കോങ്ങാട് MLA ശാന്തകുമാരി ഈ വീടുകളിലൊക്കെയും എത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ തന്നെയാണ് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയ നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. ഒപ്പം ജില്ലാ ഭരണകൂടം, സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധമായ സഹായങ്ങൾ ഈ കുടുംബങ്ങളെ പിടിച്ചു നിർത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതിന് സർക്കാർ, മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ അടക്കം ഉള്ള കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉന്നതതല അന്വേഷണം, സമഗ്ര അന്വേഷണമൊക്കെയും ബന്ധപ്പെട്ട വകുപ്പുകൾ, ഗതാഗത വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ളവ ഇന്നലെ തന്നെ നിർദ്ദേശം അതത് മന്ത്രിമാർ നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്വാലിഹിലേക്ക് പോകാം. സ്വാലിഹ് റിതയുടെ വീട്ടിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാലിഹ്, പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. അവിടെ എത്തുന്ന ഇവരുടെ സഹപാഠികൾ, നാട്ടുകാർ, ബന്ധുക്കൾ വിങ്ങിപ്പൊട്ടുകയാണ്. വേദനയോടുകൂടി അല്ലാണ്ട് ഈ ഒരു ദിവസത്തെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. എത്ര സമയം വരെ ഈ പൊതുദർശനം അവിടെ നീളും? കാവ്യ, ഞാൻ നിൽക്കുന്നത് റിദ ഫാത്തിമയുടെ വീട്ടിലാണ്. റിദ ഫാത്തിമയുടെ വീട് എന്ന് പറയുന്നത് വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തൊട്ടടുത്തുള്ള ഒരു വാടക കെട്ടിടത്തിൽ, ഒരു ക്വാർട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത്. അതിനോട് ചേർന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ, MS നാസറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് നാട്ടുകാരൊക്കെ അന്ത്യോപചാരം അർപ്പിക്കുന്നത്. എല്ലാവരും ഒരു ദേശത്ത് ഏതാണ്ട് 2-3 വീട് അകലത്തിലുള്ള അയൽവാസികൾ തന്നെയായ ആളുകളാണ് ഇവരെല്ലാവരും. രാവിലെ ഒരുമിച്ച് മദ്രസയിൽ പോകുന്നു, അത് കഴിഞ്ഞ് വന്ന് ഒരുമിച്ച് തന്നെ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ എപ്പോഴും ഒരുമിച്ച് കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കൂട്ടുകാരാണ്. വലിയ അടുപ്പം ഈ കുട്ടികളൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുകാർക്ക് താങ്ങാനാവുന്നതിലും വലിയ വിഷമമാണ്. എല്ലാവരും വളരെ ഹൃദയഭേദകമായ കാഴ്ചകൾ. ഇന്നലെ സ്കൂളിൽ ഇവരുടെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്നവരൊക്കെയാണ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം ഈ നാട്ടുകാരൊക്കെ നമുക്ക് കാണാം ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഒരു സങ്കടത്തിനോടൊപ്പം ആളുകൾ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കോങ്ങാട് MLA ശാന്തകുമാരി ഉൾപ്പെടെയുള്ളവർ
റിദ ഫാത്തിമക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം കൂടി ഇവിടെ പൊതുദർശനമുണ്ടാവും. അതിനുശേഷം തൊട്ടടുത്തുള്ള കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകും. പിന്നീട് 10 മണിയോടെ തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഇവരുടെ ഖബറടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. 4 പേർക്കും അടുത്തടുത്തായി തന്നെയാണ് അന്ത്യവിശ്രമത്തിനുള്ള ക്രമീകരണങ്ങൾ, ഖബറിടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രദേശത്തുകാർക്ക് അവർ ഈ കളിച്ചും ചിരിച്ചും കൂടി നടന്നിരുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് താങ്ങാനാവുന്ന കാഴ്ചകളല്ല ഇവിടെയുള്ളത്. നമുക്ക് വളരെ വേദനയുണ്ടാക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. റിദ ഫാത്തിമയുടെയൊക്കെ ഈ വീട്ടിലെയൊക്കെ ഒരു സാഹചര്യങ്ങൾ തന്നെ വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട്. ഈ സ്വന്തം വീട്ടിൽ ഒരു വീട് എന്ന സൗകര്യം പോലും ഇല്ല. തൊട്ടടുത്ത വീട്ടിലാണ് ഈ അന്ത്യോപചാരത്തിന് പോലും ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇങ്ങനെ വളരെ ദയനീയമായ, വളരെ വേദനാജനകമായ സാഹചര്യങ്ങളാണ് കരിമ്പയിലെ ചെറുള്ളിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാവ്യ, എല്ലാവരും അയൽവാസികളാണല്ലേ? അടുത്തടുത്ത വീടുകളിൽ നിന്ന് രാവിലെ മുതൽ രാത്രി വരെ ഒന്നിച്ച് ചങ്ങാത്തം പങ്കിടുന്ന കുട്ടികളായിരുന്നു. തീർച്ചയായും ഇവരെല്ലാവരും ഒരു 2 3 ഒക്കെ വീടുകളുടെ അകലത്തിലുള്ളവരാണ്. എല്ലാവരും ഒരേ ദേശത്ത് ഒരുമിച്ച് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ 1ാം ക്ലാസ് തൊട്ടൊക്കെ ഒരുമിച്ച് തന്നെ ഒരേ ക്ലാസ്സുകളിൽ പഠിച്ചവരാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു വീട് നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഇവരുടെ മദ്രസയുള്ളത്. മദ്രസയിലെ ഉസ്താദൊക്കെയാണ് കഴിഞ്ഞ അല്പസമയം മുമ്പ് ഇവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ച് പോയത്. അങ്ങനെ അതിന് ശേഷം ഇവർ ഇവിടെ നിന്ന് നടന്ന് തന്നെ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം ദൂരമുള്ള ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഈ ഇവരുടെ സ്കൂളിലേക്ക് ഒരുമിച്ച് നടന്നാണ് പതിവായി ഇവർ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇന്നലെയും സ്കൂൾ വിട്ട് മടങ്ങി വരുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. സ്കൂളും ഈ സ്ഥലവും തമ്മിൽ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസം മാത്രമാണുള്ളത്. അത് ഇവർ നടന്ന് തന്നെ പോയിക്കൊണ്ടിരുന്നതാണ്. സ്കൂൾ വിട്ട് വന്നാൽ പോലും ഇവർ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്, ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്തിരുന്ന കൂട്ടുകാരാണ് എന്നാണ് ഈ നാട്ടുകാരും ഈ അയൽവാസികളൊക്കെ നമ്മോട് പറയുന്നത്. ഒരു നാടൊന്നാകെ നിന്ന് വിതുമ്പുന്നതാണ് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.